പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തയ്യബയും തമ്മിലുള്ള പ്രവർത്തന ഏകോപനം സ്ഥിരീകരിച്ചുകൊണ്ട് സുപ്രധാനമായ റിപ്പോർട്ട്. ഇരു സംഘടനകളിലെയും ഉന്നത കമാൻഡർമാർ സംയുക്ത യോഗം നടത്തിയതായി ദേശീയ മാധ്യമമായ NDTV റിപ്പോർട്ട് ചെയ്തു. ഈ കൂടിക്കാഴ്ചയുടെ ദൃശ്യ തെളിവുകൾ ലഭിച്ചതായും റിപ്പോർട്ടിലുണ്ട്. ലഭ്യമായ ചിത്രങ്ങൾ ലഷ്കർ ഉപമേധാവി സൈഫുള്ള കസൂരി ഒരു ജെയ്ഷെ കമാൻഡറോടൊപ്പം കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഇരു ഭീകര സംഘടനകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പുകൾക്ക് ഇത് ശക്തമായ അടിവരയിടുന്നു. ഈ യോഗം നടന്ന സ്ഥലം അതീവ ഗൗരവത്തോടെയാണ് ഇന്ത്യ കാണുന്നത്. പാകിസ്ഥാനിലെ ബഹവൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനത്താണ് കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ വഴി തകർത്ത് കളഞ്ഞ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ബഹവൽപൂർ കേന്ദ്രം. തകർക്കപ്പെട്ട അതേ കേന്ദ്രത്തിൽ ഇത്രയും വലിയൊരു ഭീകര കൂട്ടായ്മ നടന്നത് ഇന്ത്യയുടെ ആക്രമണങ്ങളിൽ തകർന്ന ലോഞ്ച് പാഡുകളും ഭീകര കേന്ദ്രങ്ങളും പാക് മണ്ണിൽ പുനർനിർമ്മിക്കപ്പെടുന്നു എന്ന സൂചന തന്നെയാണ് നൽകുന്നത്. ചെങ്കോട്ട സ്ഫോടനം പോലുള്ള സംഭവങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ പുതിയ ചാവേർ സ്ക്വാഡുകൾ കൂടുതൽ ആക്രമണങ്ങൾക്കായി തയ്യാറെടുക്കുന്നതായി ഇന്റലിജൻസ് ഏജൻസികൾ അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ മുന്നറിയിപ്പുകൾക്ക് പിന്നാലെയാണ് ഇരു ഭീകര സംഘടനകളുടെയും സംയുക്ത യോഗത്തിന്റെ സ്ഥിരീകരണം ഇപ്പോൾ വരുന്നത്. ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ ത്വയ്ബ സംയുക്ത യോഗം ഇരു ഗ്രൂപ്പുകളും തമ്മിലുള്ള ശക്തമായ പ്രവർത്തന സഖ്യത്തെയും പാകിസ്ഥാനിൽ ഭീകരതയുടെ ആവാസ വ്യവസ്ഥ പുനരുജ്ജീവിപ്പിക്കുന്നതിനെയും ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള ഭീഷണി വർദ്ധിപ്പിക്കുന്നതിനെയും അടിവരയിടുന്നു. എന്തായാലും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഭീകരർ ഇന്ത്യൻ സൈന്യത്തിന്റെ പണി എളുപ്പമാക്കി കൊടുത്തു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.